ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രാമായണ മാസം തുടങ്ങിയ ദിവസമാണല്ലോ. അപ്പോൾ കർക്കിടക മാസം 1-ാം തീയതി 10 ഇല വെക്കുന്ന ദിവസമാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് 10 ഇല വെക്കുന്നവരുണ്ട്, 10 ദിവസമായിട്ട് 10 ഇല വെക്കുന്നവരുണ്ട്. ഞങ്ങളെല്ലാം കൂടി ഒരു ഒറ്റ ദിവസമാണ് വെക്കുന്നത്. ആദ്യം പ്രഷർ ചീരയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പ്രഷർ ചീര, പിന്നെ ആനത്തൂവ, ചെറിയ കർലാടി എന്ന് പറയും, പിന്നെ ചുവന്ന ചീര, മുളകിൻ്റെ ഇല, പൊന്നാങ്കണ്ണി, കോവയ്ക്കയുടെ ഇല, സാദാ ചീര, കുമ്പളത്തിൻ്റെ ഇല, പിന്നെ മുരിങ്ങയുടെ ഇല, ചേമ്പിൻ്റെ ചെറിയ തളിർത്ത ഇല, പിന്നെ പയറിൻ്റെ ഇല. അങ്ങനെ ഈ 10 ഇലയും കൂട്ടിയിട്ടാണ് ഞങ്ങളിന്ന് 10 ഇല വെക്കാൻ പോകുന്നത്. ആദ്യം മുരിങ്ങയുടെ ഇല കുറച്ച് തോനെ എടുത്തു. മുരിങ്ങയുടെ ഇല അത് നന്നാക്കി, പിന്നെ എല്ലാ ഇലകളും നന്നായി കഴുകി വൃത്തിയാക്കി ഇതേപോലെ കുനുകുനേന്ന് അരിഞ്ഞതിന് ശേഷം അമ്മയാണ് അരിയുന്നത്. എല്ലാം അങ്ങനെ അരിഞ്ഞ് വെച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ എല്ലാതും അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ഉപ്പേരിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാ പ്രാവശ്യം കറിയായിട്ടാണ്, അതായത് കഞ്ഞവെള്ളത്തിൽ താളിച്ചെടുക്കലുണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് ഉപ്പേരിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള ചെറുതായിട്ട് മുറിച്ചിട്ട്, ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ സവാള ഇട്ടു. പിന്നെ 5-6 ഉണക്കമുളകും പൊട്ടിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ ഇലകളും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഇടണം. മുരിങ്ങയുടെ ഇല ലാസ്റ്റാണത്, കാരണം മുരിങ്ങയുടെ ഇലയ്ക്ക് അധികം വേവില്ല. അപ്പോൾ അത് അവസാനം ഇടണം. ഈ ഇലകളെല്ലാം ഒന്ന് ഏകദേശം പാകമായി വരുന്നതിന് ശേഷമാണ് മുരിങ്ങയുടെ ഇല ഇടണത്. അങ്ങനെ അടച്ച് വെച്ച് അത് കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം അത് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാം മുരിങ്ങയുടെ ഇല തട്ടി കൊടുത്ത് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടേ ഇരുന്ന് വേവിക്കാം. അങ്ങനെ അത് പാകമായി വന്നിട്ടുണ്ട്. എല്ലാവരും കർക്കിടക മാസമല്ലേ, അപ്പോൾ എല്ലാവരും ഒന്നും ഇതേപോലെ ഇലകളെല്ലാം 10 ഇലയും കൂട്ടിയിട്ട് കഴിച്ച് നോക്കി നോക്ക്. നമ്മൾ ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ നല്ലതാണ് ഈ 10 ഇല വയ്ക്കുക. അല്ലെങ്കിൽ എല്ലാ ഇലക്കറികളും നമ്മുടെ കണ്ണിനും ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ വീടുകളിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കി നോക്ക്. അടിപൊളിയാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.